ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മേഫ്ലോ ഫുഡ്സ്. ഇന്നത്തെ റെസിപ്പി ഓറഞ്ച് അലുവയാണ്. അപ്പോൾ വീട്ടിൽ എളുപ്പത്തിൽ എങ്ങനെയാണ് അത് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. അപ്പോൾ ഓറഞ്ച് അലുവ ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു 5 ഓറഞ്ച് എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ജ്യൂസ് ആക്കി മാറ്റി വയ്ക്കാം. അപ്പോൾ ഓറഞ്ച് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഞാൻ ഇത് സ്ക്വീസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. മറ്റേത് മിക്സിയിൽ അടിച്ചാൽ അതിൻ്റെ കുരു അടിഞ്ഞിട്ട് ഒരു കയ്പ്പ് വരും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പിഴിഞ്ഞെടുത്തപ്പം 1.5 കപ്പ് ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മളൊരു പാൻ അടുപ്പിൽ വയ്ക്കുക. അതിലേക്ക് ഈ അരിച്ചു വെച്ച ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പുളിയുള്ള ഓറഞ്ച് ആണെങ്കിൽ കുറച്ചധികം പഞ്ചസാര ചേർക്കണം. ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കോൺഫ്ലോർ ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ഇവിടെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ നന്നായിട്ട് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഏലക്കപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് വേഗം കുറുകി വരും, കോൺഫ്ലോർ ആയതുകൊണ്ട് തന്നെ. നല്ല കളർ കിട്ടാൻ വേണ്ടി ഓറഞ്ച് കളറോ അല്ലെ റെഡ് കളറോ ചേർക്കാം നമുക്ക്. ഇനി ചേർത്ത് കൊടുക്കുന്ന 1 ടേബിൾ സ്പൂൺ നെയ്യാണ്. ഇതോട് ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഞാനിവിടെ കുറച്ചുകൂടി പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുളിയുള്ള ഓറഞ്ചാണിത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കോൺഫ്ലോർ കലക്കി വെച്ചതാണ്, അതും കൂടി ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. അലുവ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പാത്രത്തിൽ കുറച്ച് നെയ്യ് ബ്രഷ് ചെയ്തൊന്ന് മാറ്റി വയ്ക്കണം. ഈ സമയം നമുക്ക് കുറച്ച് നട്ട്സ് ചേർക്കാം. ഞാനിവിടെ കുറച്ച് അണ്ടിപ്പരിപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. പിസ്തയോ ബദാമോ എന്ത് വേണമെങ്കിലും ചേർക്കാം. ഈ സമയം 1 ടീസ്പൂണും കൂടി ഞാൻ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായി ഇളക്കി കൊടുക്കാം. നമ്മൾ അലുവ ഇവിടെ സെറ്റ് ആവാനായിട്ടുണ്ട്. നമ്മളുടെ അലുവ ഏകദേശം ഒന്ന് തിക്കായിട്ടുണ്ട്. പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വരാൻ തുടങ്ങി. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് നെയ്യ് പുരട്ടി വെച്ച ആ ബൗളിലേക്ക് ഇത് മാറ്റി കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ അലുവ ഞാനിതുപോലെ സെറ്റ് ചെയ്യാൻ മാറ്റി വെച്ചിട്ടുണ്ട്. തണുത്തതിന് ശേഷം നമുക്കൊന്ന് ഫ്രീസറിൽ വയ്ക്കാം. നമ്മളുടെ ഓറഞ്ച് അലുവ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഫ്രീസറിലാണ് വെച്ചിരുന്നത്. അപ്പോൾ എല്ലാം ഇതാ കട്ട് ചെയ്തു. ആണ് അതിൻ്റെ കൺസിസ്റ്റൻസി. നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള വീട്ടിൽ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഓറഞ്ച് അലുവ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. ബൈ, താങ്ക് യു.